സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണ്, എല്ലാം പറഞ്ഞുതരാം. അപ്പൊ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണൊക്കെ പോയി കിട്ടിയിട്ടോ. ഫോണൊക്കെ അതായത് അതിന്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഒക്കെ പോയി. ഇനിയെങ്കിലും വീട് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിന്റ് തരാം. ഫോണ്, അതായത് മൊബൈൽ. എനിക്ക് ജീവിക്കണം ഈ രാജ്യം. ജീവിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഇതുപോലുള്ള എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ എന്റെ സ്ഥാനത്ത് വേറൊരു ജീവിതം ആത്മാ. സന്ദീപ് എടപ്പാൾ യൂട്യൂബില് റേറിൽ എന്ന് പറയുന്ന ചാനലില് വീഡിയോ ചെയ്യുന്ന ചേട്ടനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഷപ്പ് കൊടുത്ത കേസിലാണ് ചേട്ടനെ അറസ്റ്റ് ചെയ്തത്. ചേട്ടൻ കുറച്ച് ദിവസമായിട്ട് ചേട്ടന്റെ അക്കൗണ്ടിൽ ഒരു 5 പാർട്ടായിട്ട് ഒരു സ്റ്റോറി, സാങ്കല്പിക സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് സന്ദീപ് ഏട്ടൻ ആ സാധനം പോസ്റ്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അത് എന്നെയാണ്, എന്നെ മാത്രമാണ്, എന്നെ തന്നെയാണ് എന്നും പറഞ്ഞിട്ട് അച്ഛനും അച്ഛന്റെ കൂടെയുള്ള ആൾക്കാരും ഇറങ്ങി പോയി കേസ് കൊടുത്തതാണ്. അതില് ഒരു 100 പ്രാവശ്യം ആ മനുഷ്യന്റെ അടുത്ത് പറയുന്നുണ്ട് സാങ്കല്പിക കഥാപാത്രം, സാങ്കല്പികമായ ഒരു സ്റ്റോറി. ആ ചേട്ടൻ പറയുമ്പം ഇത് എന്നെയാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? FIR പറഞ്ഞേക്കുന്നത് ഇത്രയാണ്: പ്രതിക്ക് അലവലാതിക്കാരനെ വ്യക്തിഹത്യ ചെയ്യണമെന്നും മാനഹാനി വരുത്തണമെന്നുമുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി റെയറിൽസ് എന്ന യൂട്യൂബ് ചാനൽ വഴി 13/7/2026 തീയതി മുതൽ അലവലാതിക്കാരനും കുടുംബത്തിനും സമൂഹത്തിന് മുന്നിൽ അപഹാസ്യപ്പെടുത്തും വിധത്തിൽ മോശമായി ചിത്രീകരിച്ചു. അലവലാതിക്കാരന്റെ തിരുവസ്ത്രം അണിഞ്ഞ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചു. മനഃപൂർവ്വം അങ്ങനെ വായിച്ചതാണ്. ഓക്കെ, സോ ഇതാണ് സംഭവം. ലിപ്സ്റ്റിക് ഇട്ട് പുട്ടി അടിച്ച് നടക്കുന്നതിലൊന്നും കുഴപ്പമില്ല. ആ മനുഷ്യൻ സാങ്കല്പികമായിട്ട് ഒരു സ്റ്റോറി പറഞ്ഞതാണ് ഇപ്പൊ കുഴപ്പം. ഇനി സന്ദീപേട്ടനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന സമയത്ത് ഫോണും തൂക്കിപ്പിടിച്ച ആ സന്ദീപേട്ടന്റെ അണ്ണാക്കിലോട്ട് കയറി നിന്നൊരു വ്യക്തിയുണ്ട്, തങ്കച്ചൻ. എന്നാ പിന്നെ അങ്ങേരുടെ മടിയിലോട്ട് കയറി ഇരിക്കടോ താൻ. അല്ല പിന്നെ സെൻട്രൽ ജയിലിലാണ് കിടക്കുന്നത്. അനീഷ് ബ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്, പല്ലേച്ചില്ല, പിന്നെ പറ്റിയതൊന്ന് തൂറണം. അനീഷേ തൂറിട്ടൊക്കെ കൂടാ. എടാ എനക്ക് എന്തിന്റെ കേളാ? വല്ലവരും എറിഞ്ഞ അപ്പക്കാട്ടിനും തിന്നിട്ട് ഊളത്തരം പറഞ്ഞു കഴിക്കാൻ എനിക്കത് വേറെ പണി ചെയ്ത് കഴിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവരുന്നത്. ജാമ്യം കിട്ടുന്നത് അത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീട് ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീട് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടെ പറഞ്ഞെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിനപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണ്, എല്ലാം പറഞ്ഞുതരാം. അപ്പൊ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണൊക്കെ പോയി കിട്ടിയിട്ടോ. ഫോണൊക്കെ അതായത് അതിന്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഒക്കെ പോയി. ഇനിയെങ്കിലും വീട് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിന്റ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈൽ ഇല്ലേ, വീഡിയോ ഇടുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക. ഒക്കെ സിം ഇല്ലാത്ത ആവശ്യമില്ലാത്ത എടുത്തിട്ട് നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്. പാടങ്ങൾ ഒരുപാട് വേണമല്ലോ. ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്, അത് കുറച്ച് കായ് ഇറങ്ങട്ടെ, കുറച്ച് കോടതിയിൽ ഇറങ്ങും. കുറെ ആൾക്കാർ അറസ്റ്റ്, കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോ കൊരക്കും പട്ടി കടിക്കില്ല, കൊരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യാം, അത് തന്നെ നമ്മളെ കണ്ട് ചെയ്യുന്നത്. അപ്പൊ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനീഷ് ബ്രോയിനോട്. അദ്ദേഹത്തോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പും ഉദ്ദേശമൊന്നുമില്ല. കണ്ടന്റ് കിട്ടുമ്പോൾ എടുത്തങ്ങ് ചെയ്യുന്ന ആളുകളാണല്ലോ, ചെയ്യട്ടെ. അപ്പോ വരാം വീട്ടിലെത്തി. മൊബൈൽ ഫോണും ലാപ്ടോപ്പ് ഒക്കെ പിടിച്ചു വെച്ചു എന്ന് പറയുന്നത് ഒരു നഷ്ടം തന്നെയാണ്. പിന്നെ ഈ ബിഷപ്പിന്റെ പേര് ഇതിലോട്ട് വീണ്ടും വലിച്ചഴക്കാൻ കാരണക്കാരം ആയത് ബിഷപ്പ് തന്നെയല്ലേ? അല്ലാണ്ട് വെറുതെ വീട്ടിൽ അടങ്ങി ഒതിരിക്കുന്ന ബിഷപ്പിനെ പിടിച്ചാരോ എയറിൽ കയറ്റിയതോ അല്ലെങ്കിൽ സ്റ്റോറി പറയാൻ തുടങ്ങിയതോ അല്ല. ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരെ പോയി ചൊറിഞ്ഞു മേടിച്ചതാ. എന്നിട്ട് അങ്ങേരെ തന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത്. ഓളപ്പ് വേണം കുറച്ചെങ്കിലും. എനിക്ക് ജീവിക്കണം ഈ രാജ്യം. ജീവിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഇതുപോലുള്ള
ഈ രാജ്യത്ത് ജീവിക്കണ്ട എന്ന് വല്ലതും ആരേലും വന്ന് പറഞ്ഞോ? അതോ താൻ ഇവിടെ നിന്ന് ഇറങ്ങി പോടോ എന്ന് പറഞ്ഞ് ആരെങ്കിലും തല്ലി ഓടിച്ചോ? അതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊങ്ങിക്ക് ആരെങ്കിലും കയറി പിടിച്ചോ? അല്ല ഇവിടെ ജീവിക്കണ്ടെന്ന് പറയാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് എനിക്ക് ഇവിടെ ജീവിക്കണം എന്നിപ്പൊ ബിഷപ്പ് പറയാൻ വേണ്ടിട്ട് അങ്ങനെ വല്ലതും ആരെങ്കിലും ഒക്കെ ചെയ്തോ? ഈ ഒരാൾ മാത്രമല്ല തിരുമേനിക്കും രേണുചേച്ചിക്കെതിരെ ഈ ഒരു കോണ്ടന്റ് എടുത്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവർക്കൊരു തിരിച്ചടിയാവോ? ശരിയാണ്, അവർ കോണ്ടന്റ് ഉണ്ടാക്കുന്നതിന് നമുക്ക് യാതൊരു വിരോധവുമില്ല. കോണ്ടന്റ് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം വെച്ച് താറടിക്കുന്നതായിട്ടാണ്. രേണുസുധിയെ സംബന്ധിച്ച് ഇപ്പോൾ ക്യാൻസർ രോഗത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് വെട്ടിടുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിരിക്കാൻ ഓരോരുത്തർ പറയും. അപ്പോൾ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ശാരീരിക ക്ലേശങ്ങൾ ആ സന്ദർഭത്തിലൂടെയാണ് ഇപ്പോൾ ആ രേണുസുധി കടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെയുള്ള ഏറെക്കുറെ ചില യൂട്യൂബേഴ്സ് പറയാവുന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ വളരെയധികം അവരെ നശിപ്പിച്ച് കളയത്തക്ക ഇപ്പൊ അവരുടെ ട്രീറ്റ്മെന്റിന് വളരെയധികം കാര്യങ്ങൾ ആവശ്യമായിട്ട് വന്ന സന്ദർഭത്തിൽ ആ ട്രീറ്റ്മെന്റിന് സഹായങ്ങൾ ലഭിക്കുന്ന അവരെ സ്നേഹിക്കുന്നവരാണ് അവരെ പലപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പോലും സംശയങ്ങൾ ഉളവാക്കുന്ന രീതിയിലുള്ള വീഡിയോകളിട്ട് ആ കുടുംബത്തെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന അനുഭവം. അതിനോടൊപ്പമാണ് ആ ഒരു കുടുംബം നിമിത്തമാണ് എന്നെ ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ സൈബർ ബുൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവ ഇടുന്നതിനകത്തും കമന്റുകളിൽ ഒരുപാട് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണുചേച്ചി ക്യാൻസർ വരുന്നതിന് മുമ്പും കുറച്ച് ആളുകൾക്ക് മുമ്പ് തിരുമേനി രേണുവിനെതിരെയായിരുന്നു. രേണുവിനെതിരെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇതിനെ മുതലെടുക്കുന്നതാണെന്ന് പറഞ്ഞാണ് പലരും കമന്റ് എടുത്തത്. അത് എന്തുകൊണ്ടാണ്? ഞാൻ രോഷാകുലമായി സംസാരിക്കുന്നതായിട്ടില്ല. അപ്പോൾ ഞാൻ വളരെ സൗമ്യമായിട്ട് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പം മോനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ രേണുസുധിയോട് ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് രേണുസുധി ഉത്തരം നൽകി. ആ ഉത്തരം നൽകിയത് എന്നെയും എന്റെ ഫാമിലിയെയും എന്റെ മിഷണറി ലൈഫിനെയും വളരെയധികം ടാർഗറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് രേണുസുധി ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരുവാനിടയായി. വന്നതിന് ശേഷം ഞങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാവുകയും അതിലൂടെ സമൂഹത്തിൽ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ രേണുസുധിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ എന്ത് മുതലെടുപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ത് മുതലെടുപ്പാണ്? ഞാൻ ബിഗ് ബോസ് കാണും, അതോ ഞാൻ സമൂഹത്തിൽ വലിയ എന്നെ ഉപദ്രവിക്കുന്നവർക്ക് നിയമമുണ്ട്. ഞാൻ ആരെ ഉപദ്രവിക്കാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നെ ഉപദ്രവിക്കുന്ന വ്യക്തികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാന്നുള്ള എനിക്കൊന്നും കഴിയത്തില്ല. ഇതൊന്നും ഏക്കാൻ പറ്റത്തില്ലെങ്കിൽ പുരോഹിതന്റെ പണിയെടുത്തിട്ട് പുരോഹിതന്റെ കാര്യം നോക്കിയിട്ട് പോണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇടോ കിച്ചു നീ ഇനി ഇവിടെ വന്നാ കാണിച്ചു തരും എന്നും പറഞ്ഞ് വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ എടുക്കല്ല വേണ്ടത്. പുരോഹിതന്മാരുടെ പണി എന്താണോ ആ പണിയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് മീഡിയക്കാരെ വിളിച്ചിട്ട് മുട്ടന ഇന്റർവ്യൂ എടുക്കുക, മുട്ടന അങ്ങനെ ചെയ്യുക, പരദൂഷണം ചെയ്യുക, വീഡിയോ അതായത് യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ വീഡിയോ അയച്ചു കൊടുത്തിട്ട് റിയാക്ട് എന്ന് പറയുക. ഇതൊക്കെ ഒരു പുരോഹിതന് ചേർന്ന പണിയാണോ? സ്വയം ഒന്ന് ആലോചിക്കണം. നിയമം കൈയാളുന്നവരും നിയമപാലകരുമാണ് ഈ സംരക്ഷണം. ഞാൻ ഇന്ത്യൻ സിറ്റിസനാണ്. എന്റെ സംഘടനകൾ ഞാൻ ഇവിടുത്തെ നിയമപാലകരോട് അറിയിച്ചു. അവരനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. എനിക്കല്ലാതെ രേണുസുധിയെ ഇപ്പോൾ രോഗാവസ്ഥ വന്ന സമയത്ത് രേണുസുധിയെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് എനിക്കെന്തോ പേര് കിട്ടാൻ വേണ്ടിയിട്ടോ അതോ മറുകണ്ഠം ചാടുമോ? എന്ത് മറുകണ്ഠം? രേണുസുധി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ വീട്ടിൽ വന്ന് വിശ്രമിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് എന്നോട് ഒരു റിക്വസ്റ്റ് ചെയ്ത് ഫാമിലി അവർ ഞാൻ പോയി പ്രാർത്ഥിച്ചു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിൽ കൂടെ ഒരു മുതലെടുപ്പ് നീ ചോദിച്ച കുറച്ച് വളരെ വേദനകരമാണ്. എന്ത് മുതലെടുക്കാനാണ് ഉദ്ദേശിച്ച സമയം? അതിലൂടെ എനിക്ക് എന്ത് മുതലെടുപ്പ് കിട്ടി? രേണു എനിക്ക് ക്യാഷ് തരുമോ? അതോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ കുറച്ച് ചീത്ത മാത്രം തെറി മെസ്സേജുകൾ കമന്റ്സ് അല്ല എനിക്ക് എന്താ ഇതിൽ നിന്ന് പ്രയോജനം? ഇത് പറയാൻ എന്തായിരിക്കും കാരണമെന്ന് തിരുമേനി തോന്നുന്നുണ്ട്? കയ്യിലിരിപ്പ്, വേറെന്തോന്ന്? വേറൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. പിന്നെ നീണ്ടു കുറെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വയ്യാന്ന് വയ്ക്കാൻ വേണ്ടിട്ട്. ശരി എന്നാ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? അതില്ല. സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി അങ്ങ് വരകി കഴിഞ്ഞിട്ട് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്ത് പലതും പുറത്തു വരാൻ തുടങ്ങിയപ്പോ ഇപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് കുറ്റം, കേസ്, ജയിലിൽ കയറ്റുക. കഷ്ടം. ശരി.